ചിരിയുടെ കുടചൂടിയ പെൺകുട്ടി. ആൻ ഫ്രാങ്ക് വിശ്വവ്യാപകമായ വിലാപത്തിന്റെ പ്രതീകം, ഒപ്പം തളരാത്ത ആത്മധൈര്യത്തിന്റെ ആൾരൂപം. പ്രതിസന്ധികൾക്ക് നടുവിൽ പ്രതീക്ഷകളുടെ സംഗീതം പൊഴിച്ച പെൺകുട്ടി. ആൻ ഫ്രാങ്കിനെ അറിയുമോ? 1929 ജൂൺ 12 ജർമ്മനിയിൽ ജനിച്ച ജൂത പെൺകിടാവാണ് അവൾ. മാതാപിതാക്കൾ ഓട്ടോ ഫ്രാങ്കും ഈഡിത്ത് ഫ്രാങ്കും. ചേച്ചി മാർഗോട്ട് ഫ്രാങ്ക്. സന്തോഷമുള്ള കുടുംബത്തിൽ പൂത്തുമ്പിയെപ്പോലെ ആൻ ഓടിച്ചാടി ഉല്ലസിച്ചു വളർന്നു. 1932 അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിൽ ഭരണമേറ്റു. ജൂതരെ മുഴുവൻ കൊന്നൊടുക്കാൻ വെമ്പൽ കൊണ്ട ആ ദുഷ്ടനെ ഭയന്ന് ആൻ ഫ്രാങ്കിന്റെ കുടുംബം ഹോളണ്ടിലേക്ക് കുടിയേറി. അവിടെ ആനിന്റെ ബാല്യം സുന്ദരമായിരുന്നു. എന്നാൽ 1940 ഹിറ്റ്ലർ ഹോളണ്ട് കീഴടക്കി. അതോടെ അവരുടെ നല്ല നാളുകൾ നഷ്ടമായി. ഹിറ്റ്ലർ യഹൂദരെ വീണ്ടും വേട്ടയാടാൻ തുടങ്ങി. ഒടുവിൽ ആനും കുടുംബവും സ്വന്തം വീടുപേക്ഷിച്ച് ഒളിവിൽ താമസം തുടങ്ങി. എങ്കിലും ആ ഒളിവ് ജീവിതം ഒട്ടും സുഖകരമായിരുന്നില്ല. പിടിക്കപ്പെട്ടാൽ തടവിലാക്കും, ചിലപ്പോൾ കൊന്നുകളയും. ആൻ ഫ്രാങ്കിന്റെ കുടുംബത്തോടൊപ്പം മറ്റൊരു കുടുംബവും കൂടി അവിടെ ഉണ്ടായിരുന്നു. ഒളിത്താവളത്തിൽ അവർ ഉറക്കെ ചിരിച്ചില്ല, സംസാരിച്ചില്ല. ജനലുകളും വാതിലുകളും തുറന്നില്ല. വീടിനുള്ളിൽ പതിഞ്ഞ കാലടികളോടെ പതുക്കെ നടന്നു. പുറം ലോകം കാണാനാവില്ല. ജൂതരല്ലാത്ത ചില സഹായികൾ രഹസ്യമായി എത്തിക്കുന്ന ആഹാരം മാത്രമേ കഴിക്കാൻ കിട്ടിയിരുന്നുള്ളൂ. ആലോചിച്ചു നോക്കൂ, എത്ര കഷ്ടമാണല്ലേ! എന്നാൽ ആൻ ഫ്രാങ്ക് അപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്തു. ജന്മദിനത്തിൽ സമ്മാനമായി കിട്ടിയ ഒരു ഡയറി അവൾ കയ്യിൽ സൂക്ഷിച്ചിരുന്നു. ഈ ഡയറിയെ ഞാൻ എൻ്റെ ഉറ്റ കൂട്ടുകാരിയായി കരുതുന്നു. ഈ സ്നേഹിതയ്ക്ക് ഞാനൊരു പേരിടുന്നു, കിറ്റി, ആൻ എഴുതി. എല്ലാ ദിവസവും അവൾ ഡയറി എഴുതാൻ തുടങ്ങി. പ്രിയപ്പെട്ട കിറ്റി എന്ന സംബോധനയോടെയാണ് തുടക്കം. നിന്റെ ആൻ എന്നെഴുതി അവസാനിപ്പിക്കും. ഏതാണ്ടൊരു കത്തിന്റെ മാതൃകയിലുള്ള ഡയറിക്കുറിപ്പുകളിൽ ആൻ അന്നത്തെ വിശേഷങ്ങൾ മാത്രമല്ല എഴുതിയത്. സ്വന്തം സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ ഒക്കെ എഴുതി. കണ്ണീരിനിടയിൽ പുഞ്ചിരി പൊഴിക്കാൻ അതുവഴി അവൾക്ക് കഴിഞ്ഞു. നീണ്ട 3 വർഷത്തോളം അവർ അവിടെ താമസിച്ചു. നിർഭാഗ്യവശാൽ ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അവരെ കണ്ടെത്തി തടവിലാക്കി. പോളണ്ടിലെ കുപ്രസിദ്ധമായ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ആൻ ഫ്രാങ്ക് മരണത്തിന് കീഴടങ്ങി. മരണമില്ലാത്ത അക്ഷരങ്ങളും ആശയങ്ങളും ഡയറിയിൽ കുറിച്ചിട്ടാണ് ആൻ യാത്രയായത്. പിൽക്കാലത്ത് അവളുടെ ഡയറിക്കുറിപ്പുകൾ പ്രസിദ്ധീകൃതമായി. ലോകത്തിലെ മിക്ക ഭാഷകളിലേക്കും അത് വിവർത്തനം ചെയ്യപ്പെട്ടു. ഏത് അപകടഘട്ടത്തിലും തളരാതെ മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്നതാണ് ആനിന്റെ വാക്കുകൾ. കണ്ണീർ മഴയത്ത് ചിരിയുടെ കുടചൂടിയ പെൺകുട്ടിയാണ് ആൻ ഫ്രാങ്ക്. അവൾ ഏവർക്കും പ്രചോദനമാണ്.